താമസിച്ചിരിക്കുന്നത്? നേരം കുറെ ആയല്ലോ. ഞാൻ ചില കണക്ക് കൂട്ടല്ല ചന്ദ്ര. അതൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. വർഷങ്ങളായിട്ട് സ്ഥിരം ഈ കണക്കുകൂട്ടലുകളല്ലേ. ഇത് അതുപോലെയൊന്നുമല്ല. പഞ്ചരത്നം ഹോട്ടലും വസ്തുവകകളും നമ്മുടെ കൈകളിലേക്ക് വന്ന എത്ര കോടിയാ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതെന്നറിയോ? വസ്തുവിന്റെ വിലയല്ലേ നീ ഉദ്ദേശിച്ചത്? അല്ലാതെ ആ ഹോട്ടലിൽ നിന്ന് നീ വിചാരിക്കുന്ന അത്ര വരുമാനമൊന്നും കിട്ടില്ല. ആർക്കു വേണം ചന്ദ്ര ഹോട്ടല്? അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഒരു 5-8 നിലയിൽ ഫ്ലാറ്റ് പണിഞ്ഞങ്ങിടണം. സിറ്റിയുടെ കണ്ണായ സ്ഥലമല്ലേ. പണി തുടങ്ങും മുമ്പേ അഡ്വാൻസുമായിട്ട് ആളുകൾ വന്നു തുടങ്ങും. കണക്കൂട്ടലുകളൊക്കെ തിരക്കേടില്ല. പക്ഷേ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ വസ്തു വിട്ടു കിട്ടണ്ടേ? അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിട്ടു കിട്ടിയേ പറ്റൂ. അതിനുള്ള പ്ലാനാ ഞാൻ ആലോചിക്കുന്നത്. 5 എണ്ണത്തിനെയും ഒറ്റക്കെട്ടായി നിൽക്കാൻ സമ്മതിക്കരുത്. മൂത്തവളുടെ ചൊൽപ്പടിയില മറ്റു 4 പേരും. അത് അവസാനിപ്പിക്കണം. എന്നുവെച്ചാ തുറന്ന് ഞാനങ്ങ് പറയാം. അമൃതയുമായിട്ട് അനിയത്തിമാരെ തെറ്റിക്കണം. അതിനുള്ള വഴി മഹേന്ദ്രനിലൂടെ കാണും ഞാൻ. അവനെ കൊണ്ട് അവളുടെ കഴുത്തിലൊരു താലി കെട്ടിക്കും ഞാൻ. അവനെ കെട്ടാൻ അവള് സമ്മതിച്ചിട്ട് വേണ്ടേ? അത്രയ്ക്ക് പോക്കൃത്തരമാണല്ലോ അവന്റെ കയ്യിലുള്ളത്. വെറുതെ അനാവശ്യം പറയല്ലേ ചന്ദ്ര. ഇപ്പോഴത്തെ കാലത്ത് 1-2 പെഗ് മദ്യം കഴിക്കുന്നതോ ഒരു സിഗരറ്റ് വലിക്കുന്നതോ അത്ര വലിയ തെറ്റൊന്നുമല്ല. ഓ, അത് മാത്രമാണെങ്കിൽ സഹിക്കായിരുന്നല്ലോ. ഇതങ്ങനെയല്ലല്ലോ. എങ്ങനെയല്ലാന്ന്? വേറെ ചീത്ത സ്വഭാവം ഒന്നും അവനില്ല. അവനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്ന് മുഖത്തേക്ക് നോക്കു മഹി. ഇങ്ങനെയുണ്ട് ഒരു കുസൃതി. പൊതുവെ മുഖത്ത് നോക്കുന്ന ശീലം എനിക്കില്ല. പ്രത്യേകിച്ച് നിന്റെ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാൻ തോന്നൂലല്ലോ. ചുമ്മാ സുഖിപ്പിച്ച് സംസാരിക്കല്ലേ. കള്ള കുടിച്ചു കഴിയുമ്പോഴുള്ള സ്നേഹേ മഹിക്ക് എന്നോടുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ആ അമൃതയോടല്ലേ ലഹരി. മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ അവക്കുള്ളത്? അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അമ്പലക്കുളത്തിലെ 2 താഴ്ചയുള്ള വെള്ളത്തിലേക്ക് അവൾ മുങ്ങിത്താഴുമ്പോൾ ചാടിയിറങ്ങി പൊക്കിയെടുത്ത് കരയ്ക്കെത്തിക്കുമ്പോൾ എനിക്ക് വയസ്സ് 16. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് അവളോട് എനിക്കുള്ളത്. ഞാൻ വളരുന്നതിനനുസരിച്ച് അമൃതയോടുള്ള ഇഷ്ടവും എൻ്റെ മനസ്സിൽ വളർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ പ്രതീകമാ ഈ മുറിയിലുള്ള അവളുടെ ചിത്രങ്ങൾ. ഒക്കെ അവളുടെ പിന്നാലെ അവൾ അറിയാതെ പിന്തുടർന്നെടുത്ത ഫോട്ടോസാ. വേണ്ട, അവളെ മനസ്സിൽ വെച്ചോണ്ട് എന്നെ തൊടണ്ട. ഞാൻ പോവാ. അങ്ങനെ തന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഈ കുടിക്കുന്ന മദ്യം പോലെ പ്രിയപ്പെട്ടതാ നീയും എനിക്ക്. പക്ഷേ അമൃത എനിക്ക് ഭ്രാന്തമായൊരു ലഹരിയാ. ഞാൻ പറഞ്ഞില്ലേ, അന്ന് വെള്ളത്തിൽ നിന്ന് അവളെ കോരിയെടുത്തപ്പം മുതൽ എൻ്റെ കൈയും മനസ്സും തുടിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും അവളെ കോരിയെടുത്ത് ചേർത്ത് പിടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് ആ ആഗ്രഹത്തെ പറിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല. ഇതൊരു തരം സൈക്കിക് അപ്രോച്ചാ. അമൃതയുടെ കാര്യത്തില് 100% ഞാൻ സൈക്കിക്ക. അവള് മഹിയെ തിരിച്ചതുപോലെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തും ഞാൻ. എനിക്ക് വേണം അവളെ. മറ്റാർക്കും ഞാൻ കൊടുക്കില്ല അവളെ, മറ്റാർക്കും. അവള് സമ്മതിച്ചില്ലെങ്കിലോ? ജീവിച്ചിരിക്കണേൽ എന്നെ സ്നേഹിച്ചേ പറ്റൂ അവൾക്ക്. ഇല്ലെങ്കിൽ
കൊല്ലും കൊല്ലും ഞാൻ അവളെ.